നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ വരുന്നത് പേടിയാണ്. എന്നാൽ ഇന്നത്തെ സന്ദേശം പേടിയുടേതല്ല, പ്രതീക്ഷയുടേതാണ്. ക്യാൻസർ ആദ്യം തന്നെ കണ്ടെത്തിയാൽ പരിപൂർണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഒരു രോഗം തന്നെയാണ്. ശരിയായതും ചിട്ടയോട് കൂടിയതുമായ ജീവിതശൈലി, സമയബന്ധിതമായ സ്ക്രീനിങ്ങുകൾ, അതുപോലെ ചെറിയ ലക്ഷണങ്ങൾ പോലും അവഗണിക്കാതിരിക്കുക, ഇവയെല്ലാമാണ് ക്യാൻസറിനെതിരെയുള്ള നമ്മുടെ ഏറ്റവും മികച്ച ആയുധങ്ങൾ. ക്യാൻസർ എന്ന രോഗം ബാധിക്കുന്നത് ഒരു രോഗിയെ മാത്രമല്ല, അവരുടെ കുടുംബത്തെയും കൂടിയാണ്. ആ കുടുംബങ്ങൾക്ക് വേണ്ടത് നമ്മളുടെ കരുതലും പിന്തുണയുമാണ്, ഒരിക്കലും ഒറ്റപ്പെടലല്ല. ആ യാത്രയിൽ അവർക്ക് കിട്ടുന്ന ചെറിയ കരുതൽ പോലും അവർക്ക് വലിയ സാന്ത്വനമാണ് നൽകുന്നത്. ക്യാൻസർ എന്നത് ജീവിതത്തിലെ ഒരു അധ്യായം മാത്രമാണ്, അതൊരു അവസാന വാക്കല്ല. ഈ ക്യാൻസർ ദിനത്തിൽ നമുക്കേവർക്കും ഒരുമിച്ച് പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോകാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷ്ലി അന്ന ഫിലിപ്പ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരുവല്ല ബ്രാഞ്ച് വിമൻസ് ഡെന്റൽ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന അഭിമുഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഓറൽ പത്തോളജിസ്റ്റ് ആൻഡ് മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി ചന്ദ്രവി. സ്വാഗതം ഡോക്ടർ. ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാമോ? ഓറൽ ക്യാൻസർ എന്നത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലെ ക്യാൻസറുകളെ പോലെ തന്നെ വായിലെ കോശങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അസാധാരണമായി വളരുന്ന ഒരു രോഗമാണ്. ഓറൽ ക്യാൻസർ സാധാരണയായി ഏത് ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്? ഓറൽ ക്യാൻസർ സാധാരണയായി നാക്കുകളുടെ ഇരുവശങ്ങളിലും, നാക്കിൻ്റെ അടിഭാഗത്ത്, മോണയിൽ, ചുണ്ടുകളിൽ, കവിളിൻ്റെ അകവശത്ത്, വായുടെ അടിഭാഗത്ത് ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത സ്ത്രീകളിലും ഓറൽ ക്യാൻസർ കാണപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഡോക്ടർ? ഓറൽ ക്യാൻസറിന് പുകയില ഉൽപ്പന്നങ്ങൾ കൂടാതെ വേറെയും പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് പാസീവ് സ്മോക്കിംഗ്, അതായത് വീട്ടിലെ മറ്റുള്ളവരുടെ പുകവലി കാരണം. കൂടാതെ പോഷകാഹാരക്കുറവ്, പ്രധാനമായും അയണിൻ്റെ കുറവ്. ഇതുകൂടാതെ വായിലെ ശുചിത്വമില്ലായ്മ, മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ, ഡെഞ്ചറുകൾ ശരിയായ രീതിയിൽ ഒട്ടാത്ത കൃത്രിമ പല്ലുകൾ എന്നിവയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ, ഇവയെല്ലാം വായിൽ ദീർഘകാലമായി വെക്കുന്നതും ഓറൽ ക്യാൻസർ വരാനുള്ള ഒരു കാരണമാണ്. മുൻപ് ഓറൽ ക്യാൻസർ വയോധിക പുരുഷന്മാരുടെ രോഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ അത് കൂടുതൽ സ്ത്രീകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്? മദ്യപാനം, പുകവലി എന്നിവ ശീലമാക്കിയ പുരുഷന്മാരിൽ, അതും വയോധിക പുരുഷന്മാരിലാണ് ഓറൽ ക്യാൻസർ കൂടുതലായി കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ന് സ്ത്രീകളിൽ, അതും ചെറുപ്പക്കാരികളിൽ തന്നെ ഓറൽ ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം പുകയില ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. പുകയില ഉൽപ്പന്നങ്ങളായ ഗുട്ക, പാൻ മസാല, അതുകൂടാതെ അടയ്ക്ക എന്നിവയുടെ ഉപയോഗവും സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. വേറൊരു കാരണം, ഓറൽ ക്യാൻസറിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പൊതുവെ വേദനയില്ലാത്തതാണ്. സ്ത്രീകൾ പൊതുവെ ഇത്തരം ലക്ഷണങ്ങളെ അവഗണിക്കാറാണ് പതിവ്. ഇതും ഓറൽ ക്യാൻസർ സ്ത്രീകളിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതിനൊരു കാരണമാണ്. മദ്യപാനം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായും മദ്യപാനം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തോടൊപ്പം മദ്യപാനം ഉണ്ടായാൽ ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അടുക്കളയിലെ പുകയും ചൂടും, ഇത് സ്ത്രീകളിലെ വായ് ക്യാൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ദീർഘകാലമായി അടുക്കളയിലെ ചൂടും പുകയും നേരിടുന്നത് പ്രത്യേകിച്ച് വായുസഞ്ചാരം ഇല്ലാത്ത ഇടങ്ങളിൽ വായിലെ കോശങ്ങളെ ദുർബലമാക്കും. ഇത് ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഹോർമോൺ മാറ്റങ്ങൾ, ഗർഭകാലം, മെനോപോസ്, ഇവയ്ക്ക് സ്ത്രീകളിലെ വായ് ക്യാൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവയ്ക്ക് നേരിട്ടുള്ള ബന്ധം ഇതുവരെ തെളിയിച്ചിട്ടില്ലെങ്കിലും ഹോർമോൺ മാറ്റങ്ങൾ, പ്രഗ്നൻസി, മെനോപോസ് എന്നീ സമയങ്ങളിൽ വായിലെ കോശങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആകും. ഇത്തരം സമയങ്ങളിൽ അവയുടെ പ്രതിരോധ ശക്തി കുറയുകയും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുന്നു. ഇത്തരം സമയങ്ങളിൽ പുകയിലയുടെ ഉപയോഗം കൂടി വരികയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണയായി ഒരാളിൽ വായ് ക്യാൻസറിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായി കണ്ടുവരുന്നവ 2 ആഴ്ചയ്ക്കപ്പുറം ദൈർഘ്യമേറിയ വായിലുണ്ടാകുന്ന മുറിവുകൾ, വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ, വായുടെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന വീർത്ത് വരുന്ന കട്ടി വരുന്ന അവസ്ഥകൾ, വായിലുണ്ടാകുന്ന എരിച്ചിൽ, സംസാരിക്കുമ്പോഴോ ഭക്ഷണം വിഴുങ്ങുമ്പോഴോ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെയാണ് സാധാരണ
ഉണ്ടാകും. ഇത്തരം മുന്നറിയിപ്പുകളെയാണ് പ്രീമാലിഗ്നന്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. വായിലുണ്ടാകുന്ന വെളുത്തതോ ചുവന്നതോ ആയിട്ടുള്ള പാടുകൾ, വായ തുറക്കുമ്പോഴും ഭക്ഷണം വിഴുങ്ങുമ്പോഴും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, വായിലുണ്ടാകുന്ന എരിച്ചൽ, ഇതെല്ലാം പ്രീമാലിഗ്നന്റ് കണ്ടീഷൻസുകളാണ്. ഇവ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് വായിലെ ക്യാൻസർ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. കാണുകയാണെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ ദീർഘമേറിയവയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ദന്തൽ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഏതൊക്കെ പരിശോധനകളാണ് ഈ ഓറൽ ക്യാൻസർ കണ്ടെത്താനായിട്ട് നമുക്ക് നടത്തേണ്ടത്? ആദ്യഘട്ടം വിശദമായ വായ പരിശോധനയാണ്. സംശയാസ്പദമായ മുറിവുകളോ പാടുകളോ ഉണ്ടെങ്കിൽ ടോൾട്ടീൻ ബ്ലൂ സ്റ്റെയിനിങ്, ബ്രഷ് ബയോപ്സി എന്നീ ടെസ്റ്റുകൾ നടത്താവുന്നതാണ്. ക്യാൻസർ സ്ഥിരീകരിക്കുന്നതിന് നമുക്ക് ബയോപ്സിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ടെസ്റ്റ്. ക്യാൻസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിന് എക്സ്റേ, CT സ്കാൻ, MRI എന്നീ ടെസ്റ്റുകൾ നടത്താവുന്നതാണ്. ഇതിൻ്റെ കൂടെ ലളിതമായ മരുന്ന് ചികിത്സ, കൂടെ ചെറിയ മൈനർ സർജിക്കൽ പ്രൊസീജിയർ മതിയാകും ക്യാൻസർ അല്ലെങ്കിൽ പ്രീമാലിഗ്നന്റ് കണ്ടീഷൻ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം. ഇനി ക്യാൻസറിന്റെ ആരംഭഘട്ടത്തിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിലും ചെറിയ സർജിക്കൽ പ്രൊസീജിയർ മതിയാകും ചികിത്സിച്ച് ഭേദമാക്കുന്നതിന്. വൈകിയ വേളയിൽ അല്ലെങ്കിൽ ലേറ്റ് സ്റ്റേജിലാണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് സർജിക്കൽ പ്രൊസീജിയറിന്റെ കൂടെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി എന്നീ ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടി വരുന്നുള്ളൂ. സ്കൂൾ കുട്ടികളിലും യുവജനങ്ങളിലും ഓറൽ ക്യാൻസർ തടയുന്നതിനായി മാതാപിതാക്കൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഡോക്ടർ? കുട്ടിക്കാലത്ത് തന്നെ പുകവലി, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. ഇതുകൂടാതെ പോഷകസമൃദ്ധമായ ഭക്ഷണം, നല്ല വായുടെ ശുചിത്വം അവരെ ശീലമാക്കുക. വായിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ വരികയാണെങ്കിൽ, വെളുത്തോ ചുവന്നതോ ആയിട്ടുള്ള പാടുകൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഒരു ഡെന്റിസ്റ്റിനെ അല്ലെങ്കിൽ ഓറൽ പത്തോളജിസ്റ്റിനെ സമീപിച്ച് കൺസൾട്ട് ചെയ്യുക. ഏറ്റവും പ്രധാനമായി മാതാപിതാക്കൾ അവർക്ക് ഒരു നല്ല മാതൃകയായിരിക്കണം. ഇതാണ് ക്യാൻസർ തടയാനുള്ള കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവസാനമായിട്ട് ഡോക്ടർ, ഇന്ന് ഈ ലോക ക്യാൻസർ ദിനത്തിൽ പൊതുജനങ്ങൾക്ക് നൽകാവുന്ന പ്രധാന സന്ദേശം എന്താണ്? സന്ദേശം വളരെ ലളിതമാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഉപേക്ഷിക്കുക. ഓറൽ ഹൈജീൻ അഥവാ വായുടെ ശുചിത്വം നിലനിർത്തുക. 2 ആഴ്ചയ്ക്ക് മേൽ വായിലുണ്ടാവുന്ന ചേഞ്ചസ് പരിശോധിക്കുക. സ്ഥിരമായ ദന്തപരിശോധന ശീലമാക്കുക. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ നമ്മുടെ ജീവൻ രക്ഷിക്കും. ഓറൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വാല്യുബിൾ ഇൻഫോർമേഷൻ പൊതുജനങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് ഡോക്ടർ ശ്രുതിയോട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരുവല്ല ബ്രാഞ്ചിൻ്റെ പേരിലുള്ള നന്ദി